അമരമ്പലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എക്സോ വേൾഡ് എന്ന സ്വകാര്യ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രം സന്ദർശിക്കാനാണ് വന്നത്. ഞാൻ ജില്ലയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ നോഡൽ ഓഫീസറാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വകാര്യ സംരംഭകരെയും കൂടി ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും. അപ്പോൾ അതിന് ആവശ്യമായ എല്ലാ ഗൈഡൻസും നൽകാൻ പറ്റിയ ആളാണ് നമ്മുടെ ഇബ്രാഹിം, ഇതിൻ്റെ മാനേജർ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഒരു കമ്പനി ഇവിടെ നന്നായി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പരിശോധിക്കാൻ വേണ്ടി വന്നത്. ഞാൻ കാളിയാർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടുന്ന വാർഡിലെ മെമ്പറാണ്. പേര് ബിജു. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേന ഉപയോഗിച്ച് മാലിന്യ സംസ്കരണത്തിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ സംരംഭകരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഭാഗം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അമരമ്പലത്തെ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം അമരമ്പലം പഞ്ചായത്ത് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് മാലിന്യം സംസ്കരിച്ച് ഓരോ സ്ഥലത്തേക്ക് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് റീസൈക്കിൾ ചെയ്യാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ തുടങ്ങിയിട്ടുള്ളത്, ഈ സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും മൊബൈലിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഒരു കിലോയ്ക്ക് 250 രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രത്തോളം സാധ്യതയുള്ള ഒരു സംരംഭം സ്വകാര്യ മേഖലയിലും സർക്കാർ സാന്നിധ്യത്തിൽ അതുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംരംഭം വളരെ വിജയകരമായിരിക്കും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. എൻ്റെ പേര് മഹേഷ് കുമാർ. അപ്പോൾ നമ്മുടെ ജില്ലാ നോഡൽ ഓഫീസർ നിർദ്ദേശപ്രകാരം ഞങ്ങളിന്ന് ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്ന എക്കോ വേൾഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നേരിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ലെവലിൽ ഏകദേശം 130ഓളം തൊഴിലാളികൾ വളരെ നല്ല രീതിയിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സെഗ്രിഗേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ മാലിന്യം മുക്ത പ്രവർത്തനങ്ങളിൽ ഈ സ്ഥാപനത്തിനും ഒരുപാട് നമ്മളെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം 45ഓളം പഞ്ചായത്തുകളിൽ നിന്നും വിവിധ കോർപ്പറേഷനുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അതെല്ലാം തന്നെ ഏകദേശം 13 ടണ്ണോളം ഒരു ദിവസം എത്തുന്നു. അത്രയും 13 ടൺ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ നല്ലൊരു എഫർട്ടുണ്ട്. നമുക്കത് മാതൃകയാക്കാവുന്നതാണ്. പഞ്ചായത്തിലും നമുക്ക് ഇനിയും ഇതുപോലുള്ള സേവനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ്.